സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് കുറഞ്ഞത് 25,000 പേർക്കെങ്കിലും ഭൂമി തരംമാറ്റി നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് നിലവിൽ 2.5 ലക്ഷം ഭൂമി തരംമാറ്റ അപേക്ഷകളാണുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 25,000 അപേക്ഷകളെങ്കിലും തീർപ്പാക്കി ഭൂമി തരംമാറ്റം അനുവദിക്കണമെന്നും 25 സെന്റിൽ താഴെ ഭൂമിയുള്ളവരുടെ അപേക്ഷകൾക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 100 ദിന കർമ്മ പദ്ധതിയിലെ 540 പദ്ധതികളിൽ റവന്യൂ വകുപ്പിന്റെ 7 പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമി തരംമാറ്റം, പട്ടയ വിതരണം, ന്യായവില ഏകീകരണം, ഡിജിറ്റൽ സർവേ, പരാതികളുടെ പരിഹാരം എന്നിവ പ്രധാന പദ്ധതികളാണ്. കണ്ണൂർ ജില്ലയിൽ 2234 പട്ടയങ്ങൾ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യും. ഇതിൽ 1710 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ, 315 മിച്ചഭൂമി പട്ടയങ്ങൾ, 150 ദേവസ്വം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ, 59 ലാൻഡ് അസൈൻമെന്റ് പട്ടയങ്ങൾ ഉൾപ്പെടും. 2022 മുതൽ ജില്ലയിൽ ആകെ 20,054 പട്ടയങ്ങൾ വിതരണം ചെയ്തതും യോഗത്തിൽ അറിയിച്ചു. ജില്ലയിൽ ഭൂമി തരംമാറ്റത്തിനായി ലഭിച്ച 40,484 അപേക്ഷകളിൽ 28,786 എണ്ണം ഇതിനകം തീർപ്പാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സർവേയിൽ ജില്ലയുടെ 30% പൂർത്തിയായതായും 24 വില്ലേജുകളിൽ റീസർവേ പൂർത്തിയായതായും അറിയിച്ചു. ആറളം പുനരധിവാസ മേഖലയിൽ അനുവദിച്ച 2,381 വീടുകളിൽ 1,888 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 53.23 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ആനപ്രതിരോധ മതിലിന്റെ 3.6 കിലോമീറ്റർ നിർമ്മാണവും പൂർത്തിയായതായി യോഗത്തിൽ വിലയിരുത്തി. റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി കെ. ജീവൻ ബാബു, ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച്. ദിനേശൻ, ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ്, അസിസ്റ്റന്റ് കളക്ടർ എസ്. സ്വാതി, ADM P.N. പുരുഷോത്തമൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പൊതുസമൂഹത്തിന് മുന്നിൽ പരാതികളും പരിഭവങ്ങളും ഏറ്റവും കൂടുതലുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്. കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതലാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഏറ്റവും കൂടുതൽ നിയമങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വകുപ്പാണ് നമ്മുടെ വകുപ്പ്. ഏത് കാര്യങ്ങളും ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയും. അതല്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നത് ഉചിതമല്ല. പക്ഷെ നിയമത്തിന്റെ വഴിയിലൂടെ പോയി പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായ വേഗത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ നിർവഹിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്